അപ്പോൾ നമുക്ക് ഇന്ന് പെട്ടെന്നൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടത്. ഇഡ്ഡലി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും എല്ലാ കാലത്തും ഇപ്പോൾ തണുത്ത കാലത്ത് ഉണ്ടാക്കുന്ന ഒരു പുളിക്കാനായിട്ട് പറ്റിയ റെസിപ്പി കഴിഞ്ഞൊരു വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു. അപ്പം ഞാനൊരു റെസിപ്പി പറഞ്ഞുതരാം. മുഴുവനോടെയുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സ്പ്ലിറ്റ് ഉഴുന്നെടുക്കണം ഏറ്റവും നല്ലത്. മുഴുവനോടെയുള്ള ഉഴുന്ന് എടുക്കേണ്ടത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഉഴുന്നിന് അതുപോലത്തെ പച്ചരി നമ്മൾ മേടിക്കേണ്ടത് ഇഡ്ഡലി അരി അല്ല ഞാൻ ഉപയോഗിക്കാറ്. ഞാനിവിടെ ദോശ റൈസ് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. ആ അരിയാണ് മേടിക്കുക. ദോശ റൈസിന് തന്നെയാണ് ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനത്തെ അരി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് ഉഴുന്നിന് 2 ഗ്ലാസ് എത്രയാണോ ഉഴുന്നെടുക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് ഇരട്ടിയും അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലും കൂടെ പച്ചരി ചേർക്കാറുണ്ട്. ഇത് അതുപോലെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലൊപ്പം 1/2 ടീസ്പൂൺ ഉലുവ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിൽ വേണം ഒഴിച്ച് വയ്ക്കുന്നത്. കാരണം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഇഡ്ഡലി അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ രാവിലെ 10 മണിക്ക് തന്നെ കുതിർക്കാനായിട്ട് വെക്കാറുണ്ട്. ശരിക്കും 4 മണിക്കൂർ മതി നമുക്ക് അരി ഉഴുന്നൊക്കെ കുതിർന്ന് വരാനായിട്ട്. എന്നാലും നേരത്തെ തന്നെ കുതിർത്ത് വെച്ചാൽ കുറച്ചും കൂടി പുളിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. വൈകുന്നേരം 6-6:30 ആകുമ്പോഴാണ് ഞാൻ അരയ്ക്കാറ്. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളത് കുതിർന്ന് വന്നിട്ടുണ്ട്. അവലെടുക്കുന്നുണ്ട് കേട്ടോ. അവലാണ് നമ്മളിത് നല്ല മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തിക്ക് അവലാണ് എടുക്കേണ്ടത്, അതും കൂടി ശ്രദ്ധിക്കണം. തിന്ന അവലെടുക്കരുത്. നൈസ് അവൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്, അതല്ല എടുക്കേണ്ടത്. നമ്മൾ തിക്കായിട്ടുള്ള അവൽ, വെളുത്തതോ അത് ചുവന്നതോ ഏതാണെന്ന് വെച്ചാൽ മേടിക്കാം. ഇഡ്ഡലി ആയതുകൊണ്ട് വെളുത്തതാണ് ഞാൻ എടുത്തത്. അത് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയും ഉഴുന്നിൻ്റെ ആ മിക്സ് പകുതി എടുക്കുക. എന്നിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അവൽ കേട്ടോ. ആ സമയത്ത് തന്നെ കഴുകി വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്നിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ചോറ് ഓപ്ഷണലാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം. വേവിച്ച ചോറ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ 3/4 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് ആദ്യത്തെ ട്രിപ്പ് നമുക്ക് അരച്ചെടുക്കാം. അതേ വെള്ളത്തിൽ തന്നെ കുതിർത്ത അരിയും ഉഴുന്നും കുതിർത്ത അതേ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഇത്തിരി തരിപ്പായിട്ടാണ് അരഞ്ഞ് നമുക്ക് കിട്ടുക. ആ അവൽ വല്ലാണ്ട് ഫൈനായിട്ട് അരയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ ഒരു ടെക്സ്ചറിലൊരു 90% ഒന്ന് അരച്ചെടുത്താൽ മതി. ഇങ്ങനെ വേണം ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ. ഒരുമിച്ചിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് അങ്ങനെ തരിപ്പായിട്ട് അരച്ചിട്ടാലും മതി. ഇപ്പം മിക്സി ജാറിൽ കുറേശ്ശെ ഞാൻ പകുതി വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി പകുതി മുഴുവനായിട്ട് തന്നെ അരിയും ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ മിക്സി ജാറിൽ വെള്ളം ഒഴിച്ച് ഇറ്റിച്ച് നന്നായി കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. നമ്മൾ ചോറും ഇതൊക്കെ മിക്സാക്കിയതുണ്ടായിരുന്നല്ലോ ആദ്യത്തെ മാവ്, അതും ഇതും കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സാക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കില്ല കേട്ടോ. ഉപ്പ് ചേർക്കാതെ വേണം നമ്മൾ ഇതിങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. പിന്നെ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം അപ്പോൾ തന്നെ മൂടി വെക്കരുത്. അപ്പോൾ ഉടനെ മൂടി വയ്ക്കാതിരിക്കുക. ഒരു 20 മിനിറ്റോളം ഇത് മൂടി ഒന്ന് തുറന്ന് അങ്ങനെ റിലാക്സ് ആവാനായിട്ട് വെക്കണം. അതിൻ്റെ ചൂടൊക്കെ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആറി ഒന്ന് ഇതുപോലെ വെക്കണം കേട്ടോ. മൂടി തുറന്ന് വയ്ക്കുക. ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ മൂടി വയ്ക്കുക. എയർടൈറ്റ് ആയിട്ടുള്ള മൂടി ഉണ്ടെങ്കിൽ അത് വെക്കുക. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ ഇടിക്കല്ലുണ്ട്, അത് മുകളിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ അടിഭാഗം അതിൻ്റെ കുറച്ച് എയർ സർക്കുലേഷൻ ഉള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെക്കാറ്. ഇതുപോലെ വയ്ക്കുക. 12 മണിക്കൂറാണ് വയ്ക്കുക. ഞാൻ പിറ്റേ ദിവസം രാവിലെ 6 മണിയാകുമ്പോഴാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല തണുത്ത കാലത്തായാലും നമുക്ക് ഫെർമെൻ്റായി കിട്ടും. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു രീതിയിലാണ് മഴക്കാലത്തൊക്കെ അങ്ങനെ ചെയ്യാൻ നമുക്ക് എളുപ്പം. ആ ഒരു തിക്ക് അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. പിന്നെ ഈ ഒരു റേഷ്യോ നല്ലൊരു റേഷ്യോ ആണ്. തണുത്ത കാലത്തും പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ സമയത്ത് വേണം ഫെർമെൻ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ തട്ടിൽ സാധാരണ ഒഴിക്കാറുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ തട്ടിൽ കോരി ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ആയിട്ട് കിട്ടും. ഞാൻ ഇവിടെ തട്ടിൽ എണ്ണയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റിക്കാണ് നല്ല ഭംഗിയിൽ ഇഡ്ഡലി വേണമെങ്കിൽ സിലിക്കോണിൻ്റെ ട്രേ ഒക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ തുണി വിരിക്കാം ഇതിൽ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ധൃതിയിലായ കാരണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലികളാണ്. അല്ല ഞാൻ എല്ലാ ഇഡ്ഡലിയും ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.